എപ്പിസോഡിൽ കിരൺ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോവാം. ക്ലാസ്സിൽ സാറിനിത് എന്ത് പറ്റി കാണും ഇത്ര ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാൻ? കിരൺ ഓഫീസ് റൂമിലേക്ക് പോകുന്ന വഴി പാറു ആണെങ്കിൽ അവിടെ 10ന് താഴെ പഠിക്കുന്ന പിള്ളേരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കാണിക്കുന്ന ഓരോ എക്സ്പ്രഷൻസും കിരൺ അവൻ പോലും അറിയാതെ മതിമറന്ന് നോക്കി നിൽക്കുകയാണ്. അവൾ കാണിക്കുന്ന ഓരോ കുസൃതികളും കണ്ടിട്ട് ശരിക്കും ചിരി വന്നു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അപ്പോഴാണ് പാറു കിരണിനെ കണ്ടത്. അവൾ കിരണിനെ കണ്ടതും ഹായ് കാണിച്ചു. കിരൺ അത് കണ്ടതും അവളെ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോയി. ഓ, ഇയാളെ ഹായ് കാണിക്കാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. തനി കടുവ തന്നെ. മാളു, നീ ഇന്നലെ ഡോറ ബുജിയുടെ എപ്പിസോഡ് ഉണ്ടായിരുന്ന? ആ, ഞാൻ കണ്ടടി, സൂപ്പറായിരുന്നു. എനിക്ക് കുറുനരിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാട്ടായങ്ങളെ. എന്താ ഇത്, ചന്തയോ? നിങ്ങൾക്ക് ഈ ടൈമിൽ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചുകൂടെ? സാർ അതിന് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, 6:30-ക്കല്ലേ തുടങ്ങുന്നേ? ആണോ? ട്യൂഷൻ തുടങ്ങിയാലേ പഠിക്കൂ? ആയിക്കോട്ടെ, എല്ലാവരും ആ ബുക്കൊന്നടച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുക. ആ, എടുക്ക്, വേഗം നാട്ടെ. അയ്യോ, പെട്ട്. നൈസായിട്ട്. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു പാറു? അതാടി ഞാനും ഇപ്പം ആലോചിക്കുന്നത്. ചൊറിയുന്നത് കടുവേനാണെന്ന് ഞാനങ്ങ് മറന്നുപോയി. ആ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ബെഞ്ച് പാർവതി. ഓ, പിന്നെയും പെട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് മുഴുവനും പറ. ആ, അത് എനിക്ക് അറിയില്ല സാർ. എന്നാൽ ക്ലാസ്സിന് വെളിയിൽ പോയി നിന്നോ. നെക്സ്റ്റ് മാളു. ഞാൻ ഊഹിച്ചു അടുത്തത് ഞാനായിരിക്കുമെന്ന്. ഓ, ഔട്ട്സ്റ്റാൻഡിങ് സാലറിയുടെ എൻട്രി പറ. ആ, അത് എനിക്ക് അറിയില്ല സാർ. എന്നാ പുറത്തേക്ക് വെക്കോ. ഓ, ഇയാൾ ആരാന്ന് ഇയാളുടെ വിചാരം? ഇയാൾ പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിച്ചിട്ട് വെക്കൂടെ? ഈ ചോദ്യമൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ആ പാറുവിനെ പറഞ്ഞാൽ മതി. അങ്ങനെ ക്ലാസ്സിലെ പകുതി പേരും ക്ലാസ്സിന് പുറത്തായി. കിരൺ ക്ലാസ് എടുക്കാൻ തുടങ്ങി. വെളിയിലാണെങ്കിൽ പാറു അവിടെയുള്ള വിമലിനോട് ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓ, എൻ്റെ ക്ഷമ ഇവള് കളയും. കിരൺ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങളെ ഞാൻ എന്തിനാ പുറത്താക്കിയത്? ആൻസർ പറയാതിരുന്നതിന്. അല്ലാതെ അവാർഡൊന്നും കിട്ടിയതിനല്ലല്ലോ. നിങ്ങളുടെ സന്തോഷം കണ്ട എനിക്ക് അതാണ് തോന്നുന്നത്. ബോയ്സ് ലെഫ്റ്റ് സൈഡിലും ഗേൾസ് റൈറ്റ് സൈഡിലും മാറി നിന്നേ. അത് എന്തിനാ സാർ? അത് അങ്ങനെ വേണം, പറഞ്ഞത് കേട്ടാ മതി. ഇയാളെന്താ റേഡിയോ ആണോ പറയുന്നത് മാത്രം കേൾക്കാൻ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പാറു? ഇല്ല സാർ. അങ്ങനെ അവർ ബോയ്സും ഗേൾസും മാറി നിന്നു. അപ്പോൾ പാറു ഡോറിന്റെ അങ്ങേയറ്റമായി. കിരണാണെങ്കിൽ പാറുവിനെ കാണാൻ പറ്റാതായി. അവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷേ കിരൺ എന്തോ ശരിക്കും ക്ലാസ്സിൽ മിസ് ചെയ്യുന്ന പോലെ തോന്നി. നീ എന്താ എപ്പോഴും കിരൺ സാറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാനോ? എപ്പോ? അത് ഞാൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. ആര്, നീയോ? കള്ളം പറയാതെ. നിനക്ക് കിരൺ സാറിനൊരു ഇഷ്ടമുണ്ടെന്ന് ഇപ്പൊ ക്ലാസ്സിലെ മിക്ക പിള്ളേർക്കും അറിയാം. ഈ നിനക്ക് വരെ അല്ല, ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ മനസ്സിലായി. എന്നിട്ടും സാറിനെന്താ മനസ്സിലാകാത്തെ? സാറ് നമ്മളെ പഠിപ്പിക്കുന്ന സാറായതുകൊണ്ട് അതൊക്കെ നിന്റെ കുട്ടിക്കളികളായിട്ടേ എടുക്കൂ. ഒന്ന് പോടാ, അതിന് ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. അതിനത് സാറിനും കൂടെ തോന്നണ്ടേ? ഡാ, നീ ഫുള്ള് നെഗറ്റീവടി ആണല്ലോ. നിന്നെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞ് വിമലിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ക്ലോസ് ആയി നിന്നപ്പോഴാണ് കിരൺ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നത്. കിരൺ അത് കണ്ടതും പാറുവിനെ ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ടാണ് പോയത്. സാറിനിതെന്തു പറ്റി? എന്നെ എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ടു പോണത്? ഇനി ഞാൻ ഇവനുമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ജലസ് എന്തെങ്കിലും അടിച്ചതാണോ? അതാവാൻ ഒരിക്കലും ചാൻസ് ഇല്ല. പിന്നെ സാറിൻ്റെ ഫേസിൽ എപ്പോഴുള്ള സ്ഥായി ഭാവമാണല്ലോ അത്, അതായിരിക്കും. എന്തുവാടി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? സ്കൂളിൽ പോവണ്ടേ? ഇപ്പോൾ തന്നെ ടൈം പോയി. വാ വേഗന്ന്. വാ പോകാം. എടി പാറു, നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? നീ ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. അപ്പോൾ കൂട്ടുകാരെ, അടുത്തത് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. പിന്നെ അടുത്ത എപ്പിസോഡിൽ പാറുവിന്റെ ബർത്ത്ഡേ ആണ്. അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് അവൾ വരുന്നത്. കിരൺ സാറ് വളയോ ഇല്ല എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബൈ കൂട്ടുകാരെ.